എന്തോ അടിപൊളിയടാ. താങ്ക് യു. സൂപ്പർ. ഡാൻസ് ഒക്കെ കൊള്ളായിരുന്നു. എന്താ അവളെ തന്നെ വിളിക്കാന്ന് പ്ലാൻ ചെയ്തെന്താ? അവള് നല്ലോണം ഡാൻസ് ചെയ്യും. ഓ അതുണ്ട്. ഇതെപ്പ പഠിച്ചു? നീ തന്നെയാണോ ഇതിന് കൊറിയോഗ്രാഫി ചെയ്തത്? ആ അതെ. ഓക്കെ, നമുക്ക് ചോദിക്കാം. ചേച്ചി റിഹാൻ, എന്തോ നല്ല പാട്ട് സെലക്ഷൻ ആണ് കേട്ടോ. താങ്ക് യു മാം. ഇന്നും ഭയങ്കര പൂവേ സെമ്പൂവേ എന്നുള്ള അത്ര ഹിറ്റായിട്ടുള്ളൊരു പാട്ടാണ്. അതിങ്ങനെ വളരെ നൈർമല്യമായിട്ട് വളരെ സോഫ്റ്റായിട്ട് അതിൻ്റെ ആ ടച്ചസ് ഒക്കെ ഓഫ് എങ്ങനെയത്. പക്ഷെ മോൻ അതെല്ലാം കൊടുക്കാൻ നല്ലൊരു അറ്റംപ്റ്റ് ആണ് കേട്ടോ മോൻ ചെയ്തത്. മോൻ പാടിയ കേട്ടാൽ ഈ ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞെന്ന് പറയണോ അല്ലേ. മോന്റെ പാട്ടിന്ന് മോൻ നല്ലൊരു സിംഗർ ആണെന്ന് നമുക്ക് മനസ്സിലാവും. താങ്ക് യു മാം. പക്ഷേ ഇന്ന് എന്താണ് തൊണ്ടയിൽ ഒരു കിച്ച് കിച്ച്? എന്താണ്? എന്ത് പറ്റി? കോൾഡ് ഉണ്ടോ? ഇല്ല, ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി. അനുപല്ലവി തൊട്ട് കുറച്ച് ഇങ്ങനെ പ്രശ്നങ്ങൾ ഇങ്ങനെ, അതായത് ഒരു ലൈൻ ശരിയാവും അടുത്ത ലൈൻ പോകും, ഒരു ലൈൻ ശരിയാവും, അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു മോൻ്റെ പാട്ട്. പ്രത്യേകിച്ച് ഫസ്റ്റ് നിഴൽ പോലെ ഞാനും ആ ആകാരം അല്ലേ, അത് ആ ഞാനും തൊട്ട് ആ ഒരു അത് ആ ഒരു ഹമ്മിങ് എന്ന് പറയണത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു പാട്ടിൽ. അത് പോയി അത് അവിടെ നിന്ന് തുടങ്ങി. പിന്നെ ഞാനൊന്നും എഴുതിയിട്ടില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഈ ഒരു നമ്മൾ ആഹാന്ന് പറഞ്ഞെടുത്ത് അടുത്ത് കഴിയുമ്പോഴത്തേക്ക് മോൻ ഇച്ചിരി പ്രോബ്ലം വരും. പാട്ട് എനിക്ക് ഇഷ്ടമായി, പക്ഷേ ഞാൻ മനസ്സിൽ വിചാരിക്കുകയാണ് ഈ ഇതൊന്നും ഇല്ലാതെ ഈ കുട്ടി ഇത് പാടിയിരുന്നെങ്കിൽ അസലായന്. കാരണം നല്ല ഭാവമുള്ള പയ്യനാണ്, എവിടേക്ക് എന്തൊക്കെ കൊടുക്കണം എന്നൊക്കെ നന്നായിട്ട് അറിയാവുന്ന പയ്യനാണ്. അത് ഒരു 2 ലൈനിൽ നിന്ന് നമുക്ക് മനസ്സിലായി ആളുമെടുക്കനാണെന്ന്. പക്ഷെ ഇന്ന് ഇങ്ങനെ ഒരു പ്രശ്നം വന്നല്ലോ. ഈ പാട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് അയ്യോ ഫസ്റ്റ് BGM നിങ്ങൾ അയ്യോ അസാധ്യമായിരുന്നു കേട്ടോ. ഓർക്കസ്ട്ര ഓഫ് എന്നാ ഈ പാട്ടിന്റെ എനിക്ക് പാട്ടിനേക്കാളും ഭയങ്കര ഇഷ്ടമാണ് അതിന്റെ ആ BGM, എസ്പെഷ്യലി ഫസ്റ്റ് BGM ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ അസലായിട്ട് വായിച്ചു. നമസ്തേ മോനെ, എനിക്കതുകൊണ്ട് വേറെ ഒന്നും പറയാനില്ല. അടുത്ത ഇനിയൊരു സ്റ്റേജ് മോൻ പാടുകയാണെങ്കിൽ ഇതൊന്നും ഇല്ലാതെ ഇരിക്കാനുള്ള പ്രിക്കോഷൻസ് എന്തൊക്കെയാണോ അത് എടുത്തിട്ട് വരൂ. എന്താ ഇങ്ങനെ ഡ്രൈ ആവാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നൊക്കെയുള്ളത് നോക്കിയിട്ട് വരും. അല്ലാണ്ട് ഇപ്പം തിരിച്ചു മോനെ ഇവിടെ പാടിച്ചിട്ടോ ഇത് പറഞ്ഞു തന്നിട്ടോ കാര്യമില്ല കേട്ടോ മോനെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. താങ്ക് യു ബീന ചേച്ചി. ഷാനിക്ക റിഹാൻ, എന്തോ ശരിക്കും ഒരു പ്രശ്നമില്ലേ? അങ്ങനല്ല, പ്രശ്നമില്ലാന്നല്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ചേച്ചി ആദ്യമായിട്ടാണ് റിഹാൻ പാടുന്നത് കേൾക്കുന്നത്. നമ്മൾ കുറെ നാളായിട്ട് കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ ആ കാണുന്ന റിഹാൻ അല്ല ഇപ്പൊ ഇവിടുന്ന് പാടിയിരിക്കുന്നത്. കാരണം അല്ലെങ്കിൽ റിഹാൻ പാടിക്കഴിഞ്ഞാൽ നേരെ നമ്മളിലേക്ക് കണക്ട് ആവുന്ന ഒരു സിംഗിങ് ആണ് റിഹാൻ്റെത്. ഇത് ഇടയിൽ എവിടെയോ ആണ് കിടക്കണേ. പാട്ട് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. എന്തൊക്കെയൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ള പോലെ ഫീൽ ചെയ്യുന്നു. എന്തുപറ്റി? ആക്ച്വലി തൊണ്ടയടപ്പ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ ഈ ആ നിഴൽ പോലെ ഞാനും കഴിഞ്ഞിട്ടുള്ള ആ ഹമ്മിങ് അത് പോയി. പിന്നെ എന്നാളും സംഗീതം മറ്റേ ഹൈ പോകുന്നത് അത് രണ്ടിടത്തും അതെ. ഇന്നാളും അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും റിഹാനിന് കുഴപ്പമില്ലാതെ പാടാൻ പറ്റുന്ന ഏരിയസ് ആണ് അതൊക്കെ. അവിടെയൊക്കെ ഭയങ്കര സ്ട്രെയിൻ ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഇത് നമുക്ക് ഫീൽ ചെയ്തു. അപ്പൊ ആദ്യമായിട്ട് കേൾക്കുന്ന ചേച്ചിക്ക് പോലും അത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലോ, അതാ ചോദിച്ചത് ഓക്കെ ആണോ എന്ന്. ചെറിയൊരു പ്രശ്നമുണ്ട്. എടാ അപ്പൊ ഞാൻ ചോദിച്ചപ്പോ എന്താ ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞേ? അങ്ങല്ല, ഡ്രൈ ആണെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഡ്രൈ വേറെ മോനെ, നമ്മള് ത്രോട്ട് ഏതാവത് എന്തെങ്കിലും ഒരു ചെറിയ ഇൻഫെക്ഷനോ കോൾഡ് അത് വേറെ. ഡ്രൈ ആർക്കും ആകും. നമ്മൾ ആ സ്റ്റേജിൽ കുറച്ച് നേരം നമ്മൾ ഇത് കൊണ്ടുവയ്ക്കുമ്പോൾ എല്ലാവർക്കും കുറച്ച് ഡ്രൈ ആവും. അത് അസുഖമല്ല. അതന്നെയാണോ പ്രശ്നം? തൊണ്ട ഡ്രൈ ആയതാണ് പ്രശ്നം. അപ്പൊ എന്താ ഇതിന് മുൻപൊന്നും ഡ്രൈ ആതിരുന്നത്? കൊള്ളാം. പക്ഷെ എന്തോ ഒരു സ്ട്രെയിൻ ഉള്ള പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പിന്നെ അവിടെ ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു പിച്ച് ഔട്ടുകൾ ഒക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ച എന്തോ തൊണ്ട അടപ്പോ അങ്ങനെ എന്തോ ഒരു തൊണ്ടയടപ്പോ കൊണ്ടാണ് റിഹാൻ പാടുന്നത്, അല്ലെങ്കിൽ റിഹാൻ ഇങ്ങനെ അല്ലല്ലോ പാടുക എന്നാണ്. അപ്പോൾ ഒരു കുഴപ്പമില്ലാതെയാണ് റിഹാൻ ഇങ്ങനെ പാടുന്നതെങ്കിൽ റിഹാൻ പ്രോപ്പർലി പഠിച്ചിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം അല്ലേ? അങ്ങല്ല, ഇത് AC അടിച്ചപ്പോ ഡ്രൈ ചെയ്താ. എന്തൊരു പാട്ടാണല്ലേ. നമുക്ക് ശരിക്കും ആ പൂവിന്റെ ഫ്രേഗ്രൻസ് നമുക്ക് ഫീൽ ചെയ്യാം. അതുപോലത്തെ ഒരു പാട്ട്. ഞാൻ ശരിക്കും ഈ പാട്ടും റിഹാനും കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അടിപൊളി എപ്പിസോഡിന്റെ തുടക്കം നമുക്ക് അങ്ങ് ആനന്ദിച്ച് അർമാദിച്ച് അങ്ങ് ഇരിക്കാന്ന്. പക്ഷെ എന്തോ വർക്കായില്ല ഇന്നത്തെ ദിവസം. എനിക്ക് തോന്നുന്നു ആ ഒരു 5 മിനിറ്റിന്റെ ഒരു ലക്ക് അത് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ ദിവസവും ഓരോ പോലെ. അതെ, എന്തോ ഒരു സ്ട്രെയിൻ ഫീൽ ചെയ്തു റിഹാന് കേട്ടോ. കുറച്ച് പ്രശ്നങ്ങൾ അവിടെ ഇവിടെയൊക്കെ
ഫീൽ ചെയ്തു. അതിന്റെ ഇടയിൽ പാർവണ എന്തോ ഒരു സംഭവം ചെയ്തായിരുന്നല്ലോ, അത് നന്നായിരുന്നു. ചെറിയൊരു ഡാൻസ്. ചെറിയൊരു ഡാൻസ്. അതെന്താ പിന്നെ കണ്ടില്ലല്ലോ ആ വഴിക്ക്? അത് പോയതിന്റെ സങ്കടമായിരുന്നു അവൻ ഇങ്ങനെ കാണിച്ചു. ആ കൊച്ചു വന്ന് കൈ തൊട്ടെല്ലാം കളിച്ചതിന് ശേഷമാണ് ഇവന് ഒരുപാട് ശരിയാണ്. പല്ലവി കഴിഞ്ഞു, ബീജിയിൽ അവള് വന്നു തീർന്നു. അവള് പോയതായിരുന്നു അവന്റെ സങ്കടം. അതായിരുന്നു ഷാനിക്ക്, അതായിരുന്നു ഒന്ന് അവള് പോയതായിരുന്നു സങ്കടം. എനിവേസ്, എന്തായാലും നെക്സ്റ്റ് ടൈം കുറച്ചുകൂടെ കണക്ട് ചെയ്യുന്ന രീതിയിൽ പാട് റിഹാൻ. സാധാരണ പാടുന്ന പോലെ പാട് റിഹാൻ, അങ്ങനെ പറയേണ്ടത് കേട്ടാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ. റിഹാൻ, എന്തോ ഫ്രം ബിഗിനിങ് ലൈക്ക് പൂവേ എന്ന് പറയുന്നത് തന്നെ ഇപ്പൊ ദാസാറ് പാടിയിരിക്കുന്നത് കേട്ടോ? എത്ര പ്രാവശ്യം മോൻ കേട്ടു പാട്ട്? കൊറേ കേട്ടു. അപ്പൊ അതില് പൂവേ എന്ന് പറയുന്നത് എങ്ങനെയാണ് ചേട്ടാ? പിച്ചൊന്ന് തരാമോ? ആ പൂവേ എന്ന് പാടിക്ക്. ആ ഇപ്പൊ ഓക്കെ. പക്ഷെ ഈ പൂവായിരുന്നില്ല മോൻ തുടങ്ങിയപ്പോ. അപ്പം ബിഫോർ യു ബിഗിൻ എ സോങ് ആ സമയത്ത് പ്രിപ്പയർഡ് ആയിരിക്കണം. പൂവേ സെമ്പൂവേ ഉൻവാസൽ വരും. ഭയങ്കര ലൈറ്റായിട്ടാണ് ദാസാർ ഇത് പാടിയിരിക്കുന്നത്. അപ്പം എനിക്ക് ആ ഒരു ഫീല് കിട്ടിയില്ല. ഫസ്റ്റ് ബിഗിനിങ് പൂവേ തന്നെ ഭയങ്കര ഔട്ട് ഓഫ് പിച്ച്. ആ ഒരു വളരെ പൂ പോലെ പാടേണ്ട ഒരു സ്ഥലമായിരുന്നു. പിന്നെ ആ ഹമ്മിങ് ഒന്ന് പാടിക്ക്. നിഴൽ പോലെ നാനും അല്ല അകാരം. ശരിയാവില്ല. അതുപോലെ മോനെ എല്ലാം എന്ന് പറഞ്ഞ് പാടരുത്. നിഴൽ പോലെ നാനും എന്ന് പാടിക്കഴിഞ്ഞാൽ ആ ഒരു ഇമ്പാക്റ്റ് കിട്ടില്ല. പിന്നെ ഡിക്ഷൻ ഭയങ്കര പ്രശ്നമായിരുന്നു. എനിക്ക് മലയാളം പാടുന്ന പോലെ തോന്നി. ആ മനം കൊണ്ട പാസം തടം മാറി അതൊന്ന് പാടിക്കേ. മനം കൊണ്ട പാസം തടം മാറിടാത്. എന്നാളും അതൊന്ന് പാടിക്കേ. എന്നാളും എന്നാളും സംഗീതം എന്നാളും സംഗീതം സന്തോഷമേ. സ്ട്രെയിൻഡ് ആണ്, വോയിസ് സ്ട്രെയിൻഡ് ആണ്, പിച്ചിങ് ഒക്കെ പ്രശ്നമുണ്ട്. ഉനൈ പോലെ നാനും അതൊന്ന് പാടിക്കേ. നെക്സ്റ്റ്. ഉനൈ പോലെ നാനും മലർ സൂടും പെൺമൈ വിധി. വിധിയല്ല വിധി. വിധിയെന്നും അങ്ങനത്തെ കുറെ ഡിക്ഷൻ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുപോലെ ഫസ്റ്റ് ലൈൻ മൂന്ന് പാടിക്കേ. പൂവേ സെമ്പൂവേ. പൂവേ സെമ്പൂവേ ഉൻവാസം വരും. വരുമല്ല. നേരത്തെ പാടിയ വരും എന്നാണ്. വാസം വരും റായു അല്ല രായു. ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ വാസം വരും കേട്ടോ. ഇപ്പം ഡിക്ഷൻ പ്രശ്നമുണ്ട്, വോയിസ് ഇന്ന് അത്ര നല്ലതല്ല, പിന്നെ പിച്ചിങ് ഇഷ്യൂസ് ഉണ്ട്. മൊത്തത്തിൽ വാസ് ജസ്റ്റ് ഓക്കെ പെർഫോമൻസ് കേട്ടോ. ഓക്കെ റിഹാൻ, താങ്ക് യു ഹരിച്ചേട്ടാ. റിഹാൻ, സാരില്ല, ചില ദിവസങ്ങൾ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, നമുക്ക് മാർക്സ് ചോദിക്കാം. ഹരിച്ചേട്ടാ 8. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക 8. താങ്ക് യു സർ. താങ്ക് യു ചേച്ചി. 8. താങ്ക് യു മാം. 24 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ചില ഡേയ്സ് ഇങ്ങനെ ആയിരിക്കും, പ്രശ്നമില്ല. നമുക്ക് അടുത്ത തവണ അടിപൊളിയാക്കണം. ഓക്കെ, അപ്പൊ ഗിഫ്റ്റ് വേണ്ടേ? വേണം. ഞാനല്ലേ എപ്പോഴും ഗിഫ്റ്റ് കൊടുക്കുന്നേ ചേച്ചി. അതെ, അപ്പൊ നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ? ഞാൻ മിൽമയുടെ ആളെ കൊണ്ടുവന്നിട്ടുണ്ട്. ആണോ? നമ്മുടെ മിൽമയുടെ മാർക്കറ്റിംഗ് മാനേജർ സാജു കെ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ സാർ ആണ് ഇന്ന് റിഹാന് ഗിഫ്റ്റ് കൊടുക്കുന്നത്. മിൽമ കൊടുക്കുന്ന ആ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് റിഹാന്.